ഹലോ മുത്തുമണികളെ. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് മൈക്കുകൾ വാങ്ങിച്ച് മൈക്കുകളൊക്കെ യൂസ്ലെസ് ആണ്. മൈക്കില്ലാതെ സംസാരിക്കുന്നതാണ് കുറച്ചും കൂടി ക്ലിയർ. മൈക്കില്ലാതെ സംസാരിച്ചാലുള്ള ഇതെന്താണെന്നറിയാമോ? പുറത്ത് മക്കൾ സംസാരിക്കുന്നതൊക്കെ ഇങ്ങോട്ട് കേട്ടുപോകും. അപ്പോൾ അതുകൊണ്ടാണ് മൈക്ക് വാങ്ങിച്ച് ചീറ്റിപ്പോയി, മൈക്ക് ഉപകാരം ഇല്ലാതായിപ്പോയി. പിന്നെ എന്താണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പം അതിൽ ഫസ്റ്റത്തെ കാര്യം, ഞാൻ ഇന്നലെ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ലൈവ് സംഭവം പിന്നെ ഇങ്ങനെ നമ്മൾ ശരി അതിൽ അമർത്തുന്നതിന് പകരം ഞാൻ തെറ്റിൽ അമർത്തിപ്പോയി. അങ്ങനെ ഒരു തെറ്റ് പറ്റി, അബദ്ധം പറ്റി. ആ ലൈവ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈവിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ സെലിബ്രിറ്റി ആയിട്ടുള്ള നമ്മുടെ ഷാജിദ ഷാജി ഭയങ്കര സെലിബ്രിറ്റി ആയിട്ടുള്ള ആളുകളാണ് കേട്ടോ. ഭയങ്കരമായ സ്വന്തം കണ്ടന്റുകൾ മാത്രം ചെയ്യുന്ന, ഈ സ്വന്തം കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മക്കളെ ജീവിക്കാൻ നിവർത്തിയില്ല, സ്വന്തം മക്കളെ പോറ്റാൻ നിവർത്തിയില്ല, ജോലിക്കൊന്നും പോകാൻ വേണ്ടിയിട്ടൊന്നും പറ്റൂല, ദേഹം അനങ്ങിയാൽ വേർപ്പിൻ്റെ അസുഖം വരും, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിനൊന്നും പറ്റൂല. പക്ഷെ എൻ്റെ മക്കൾ യത്തീം മക്കളാണ്. ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ ഷാജിദ ഷാജി ആയിരുന്നാലും നജില ആയിരുന്നാലും പിന്നെ അതുപോലെ തന്നെ ഭർത്താവ് ഉള്ള ആളുകളും ഇതുപോലെ തെണ്ടി തുടങ്ങിയിട്ടുണ്ട്. അതായത് തെണ്ടൽ ഒരു ഹരമായി കൊണ്ടു നടക്കുന്ന, തെണ്ടലും തേടലുമൊക്കെ ഹരമായിട്ട് കൊണ്ടു നടക്കുന്ന ചില സ്ത്രീകൾ യൂട്യൂബിൽ കണ്ടു തുടങ്ങുന്നുണ്ട്. അപ്പോൾ അവരെ നമ്മൾ പൊതുവിൽ കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പ്രതികരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നമുക്ക് പ്രതികരിക്കാം. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമ്മുടെ സാജിദ ഷാജി ഇന്നലെ എൻ്റെ വീഡിയോയിൽ താഴെ വന്നിട്ട് ഭയങ്കരമായ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും കണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷെ ഞാൻ കണ്ടായിരുന്നു. അതിൽ കമൻറ്റ് ഇട്ടിരിക്കുന്ന എന്ത്, അടുത്തത് നിനക്കുള്ളതാണ് കേട്ടോടി. അല്ലെങ്കിൽ എല്ലാവർക്കും കൊടുത്തു തുടങ്ങിയ ഷാജിദ. എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിച്ചാണ്. ഈ എല്ലാവരെയും നിന്ന് ഇങ്ങനെ വാങ്ങിച്ചും അവരെ ഭീഷണിപ്പെടുത്തിയും, അറിയാതെ നിൻ്റെയൊക്കെ വലയിൽ വന്ന് വീഴുന്നവന്മാരെ ഭീഷണിപ്പെടുത്തിയും, അവന്മാരെ കുടുംബം വെച്ച് പിന്നെ ഭീഷണിപ്പെടുത്തിയും ഒക്കെ അവന്മാരിൽ നിന്ന് തട്ടിയെടുക്കാനുള്ളതെല്ലാം തട്ടിയെടുക്കുന്ന നീയൊക്കെ എനിക്ക് തരാനും മാത്രമൊക്കെ വളർന്നാ? എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിച്ചതാണേ. അപ്പം എന്തായാലും എനിക്കൊരു പ്രത്യേകതയുണ്ട്. അതായത് എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി തിരിച്ചു കൊടുക്കുന്ന ആളാണ്. അപ്പം എനിക്ക് തരുമ്പോൾ ഞാൻ കൈനീട്ടി വാങ്ങുകയും ചെയ്യും, അതിൻ്റെ ഇരട്ടി ഞാൻ തിരിച്ചു കൊടുക്കുകയും ചെയ്യും. എൻ്റെ പൊന്നു കൊച്ചേ, ഞാൻ ഒരു കാര്യം പറയാം. ഞാനൊരു 3000 സബ്ബും കൊണ്ട് ഒരു തെണ്ടീനെ ഒന്ന് റിയാക്ട് ചെയ്തതാണ്. ഇപ്പം 30,000 സബ്ബായിട്ടുണ്ട്. എൻ്റെ പൊന്നു വെച്ച് നീ എൻ്റെ തോളി ഒന്ന് കയറിയിട്ട് എനിക്കത് 3 ലക്ഷം സബ്ബാക്കി തരല്ലേ, എൻ്റെ റിക്വസ്റ്റാണ്. ഇനി രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, പച്ചിറച്ചി തിന്നുന്നു എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പച്ചിറച്ചി എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കും പോലെ നിങ്ങളുടെ പച്ച ഇറച്ചി അല്ല ഇവരാരും തിന്നുന്നത്. ഞാനടക്കം റോസ്റ്റ് ചെയ്ത് നന്നായിട്ട് ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ട് നല്ല വൃത്തിക്ക് റോസ്റ്റ് ചെയ്തിട്ടാണ് തിന്നുന്നത്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ഇവളുകൾക്ക് സദക്കയൊക്കെ കൊടുക്കുന്നവർ സമാധാനായല്ലോ. ഇവളുകൾ നന്നാവൂല ഞാൻ എത്ര നിങ്ങളടുത്ത് കിടന്ന് അലറി നിലവിളിച്ച്. സത്യത്തിൽ ഇവരുടെ യത്തീം മക്കൾക്ക് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ആളുകൾ കണക്ക് കൂട്ടുന്നത് എന്താണ്? അയ്യോ, ആ മക്കൾ യത്തീമാണ്, അവർ ഭയങ്കര ദീനിയായവരാണ്, ഇവർക്ക് കൊടുത്താൽ നമുക്ക് പ്രതിഫലം കിട്ടും. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർക്ക് കൊടുക്കുന്ന ആളുകളോടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുമോ, പടച്ച റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് കൂലി കിട്ടും എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുമോ? കിട്ടില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ ശരിക്കും ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഈ ചുമ്മാതിരുന്ന് തിന്നുന്ന ആളുകളുടെ എല്ലിൽ കുത്തും എന്ന് പറയില്ലേ, ആ സെയിം സാധനമാണ് ഇവരുടെയൊക്കെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. അതായത് ഇവർ വെറുതെ ഇരിക്കുമ്പോൾ സത്യത്തിൽ ഇവർക്കൊക്കെ നല്ല വരുമാനം, അതായത് ഒരു സർക്കാർ ജോലിക്കാർക്ക് കിട്ടാത്ത വരുമാനം യൂട്യൂബ് വഴി ഇവർക്ക് കിട്ടുന്നുണ്ട്.
30,000, 40,000, 50,000 രൂപ വരെ, ഏറ്റവും ചുരുങ്ങിയത് 50,000 രൂപ വരെ ഇവർക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുമ്പോഴാണ് നിങ്ങൾ വീണ്ടും യത്തീം മക്കള് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് നിങ്ങൾ ഹദിയ ചെയ്യുന്നത്. ഈ ഹദിയ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇപ്പം ഈ തുകകളൊക്കെ കൈപ്പറ്റാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്ന ഒരുപാട് പുരുഷ സുഹൃത്തുക്കൾ ഇവരുടെ ചുറ്റിനുമുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ കൊടുക്കുന്ന ഹദിയ അത് ശരിയായ രീതിയിലാണോ ഉപയോഗിക്കപ്പെടുന്നത് എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നലെ ഷാജി ഇന്നത്തെ ആണോ എന്ന് അറിഞ്ഞൂടാ, വീഡിയോയിൽ പറയുന്നുണ്ട്, എടാ ഷെരീഫെ നിന്നെ കാണാൻ എൻ്റെ മൂത്ത മോൻ വരുന്നുണ്ട്, വരാന്ന് പറഞ്ഞതാണ്. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഇപ്പൊ മക്കള് ഉമ്മമാരുടെ കൂടെ തന്നെ ആയിരിക്കും നിൽക്കുന്നത്. ഈ ഷാജി ആയിക്കോട്ടെ, നജില ആയിക്കോട്ടെ, ഇവർ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു ശരിയുള്ളത് നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്? ഇവർ പറയുന്നത് ഇവരുടെ പച്ചയിറച്ചി ഞങ്ങൾ തിന്നുന്നതാണ്. ഇവര് തിന്നുന്ന പച്ചയിറച്ചി എന്ന് പറയുന്നത് ഇവരുടെ ഭർത്താക്കന്മാരുടെ, ഇവരുടെ കുടുംബക്കാരുടെ, ഇവരുടെ പെറ്റുമ്മയുടെ കുടുംബങ്ങളിലെല്ലാം തന്നെ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത ഒരു കുടുംബവും ഇല്ല. ഒറ്റൊരു കുടുംബത്തിൽ പോലും പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളില്ല. പക്ഷെ ആ പ്രശ്നങ്ങളെ പറഞ്ഞു തീർക്കുകയും പ്രശ്നങ്ങളിൽ നിന്ന് വിടുതൽ നേടുകയും കുടുംബമാണ്. ആ കുടുംബങ്ങളെ വരെ വിറ്റ് തിന്നുന്ന ഇവരെ ഞങ്ങൾ റിയാക്ട് ചെയ്താൽ ഞങ്ങൾ പച്ചയിറച്ചി തിന്നുന്നവരായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് എന്ന് പറയുന്നത്, നമ്മുടെ ഷാജി ഷെരീഫ് എന്ന് പറയുന്ന പുള്ളിക്കാരനെ വിളിക്കുന്ന കുറേ അധികം കാര്യങ്ങളുണ്ട്, തെറി. അതായത് ഈ ഉത്തരം ആശയം കൊണ്ട് ഖണ്ഡിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യണത്? തെറി വിളിക്കുന്നത്, അപവാദം പറയുന്നത്, അപഹാസ്യപ്പെടുത്തുന്നത്, അവരുടെ ഫാമിലിയിലുള്ളവരെ കയറി പിടിക്കുന്നത്, അവരുടെ കുടുംബത്തെ കയറി പിടിക്കുന്നത്. ഇപ്പൊ ഷെരീഫ് എന്ന് പറയുന്ന പുള്ളിക്കാരനാണെങ്കിൽ ഷെരീഫാണ് റിയാക്ട് ചെയ്യുന്നത്. പക്ഷെ ഇവർ പിടിക്കുന്നത് ആരെയാണ്? ഷെരീഫിന്റെ ഭാര്യയെ, ഷെരീഫിന്റെ 8 പൊട്ടും തിരിയാത്ത കുഞ്ഞു മക്കളെ. അതൊരു ശരിയായ നിലപാടല്ല. അത് ഒരു ജയിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഈ ജയിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുമ്പോഴും യുദ്ധങ്ങളിൽ പോലും ചില യുദ്ധതന്ത്രങ്ങളുണ്ട്. ആ തന്ത്രങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അത് ചതി എന്നാണ് അതിനെ പേര് പറയുന്നത്. അപ്പൊ അത് എന്തോ ആയിക്കോട്ടെ. അപ്പൊ ഈ ഷെരീഫിനെ പച്ചത്തെറി വിളിച്ചുകൊണ്ട്, ഷെരീഫ് എമ്മാതിരി നല്ല തരത്തിലാണ് വീഡിയോ ചെയ്തത്. അതായത് പുള്ളിക്കാരൻ പറയുന്ന കാര്യങ്ങളിൽ ഒരു യുക്തിയുണ്ട്. യുക്തിയോടുകൂടിയാണ് പുള്ളിക്കാരൻ ചില കാര്യങ്ങൾ സംസാരിക്കുന്നത്. പക്ഷെ അവൻ പറഞ്ഞ ഒരു കാര്യത്തിന് 30 മിനിറ്റ് കൊണ്ട് അവനെ തേറി വിളിച്ച് കണ്ണു പൊട്ടിച്ച ഒരു ഷാജിദേനെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ തെരുവിലൂടെ പോകുന്ന തെരുവ് വേശ്യകൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഞാൻ മുമ്പ് കമ്പ്യൂട്ടർ പഠിക്കാൻ വേണ്ടിയിട്ട് തമ്പാനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ പോകുന്നത്. ഈ തമ്പാനൂരോട്ട് പോകുന്ന സമയത്ത് അവിടെ നിന്ന് ഇങ്ങറ്റം വരെ, നിങ്ങൾക്കറിയായിരിക്കും തിരുവനന്തപുരം തമ്പാനൂർ ആ സ്ഥലത്ത് ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ ഇത്തരത്തിലുള്ള സ്ത്രീകൾ ഇങ്ങനെ വലിയ പൊട്ടും തൊട്ട് പിന്നെ ചുണ്ട് നിറച്ച് ലിപ്സ്റ്റിക്കും തേച്ച് ഇങ്ങനെ നിൽക്കും. ഇവരെ അപ്പുറം നിന്നുകൊണ്ട് ചില ആണുങ്ങൾ ഇങ്ങനെ എന്താ പറയും. ഈ പറയുന്ന സമയത്ത് ഇവരെന്താണ് ചെയ്യുന്നതെന്നറിയാമോ? വാട ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തുണി പൊക്കി കാണിക്കും. ഈ തുണി പൊക്കി കാണിക്കുമ്പോൾ ഇവരുടെ ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ നശിച്ചു, അല്ലെങ്കിൽ അവന്റെ അഭിമാനം നഷ്ടപ്പെട്ടു. സത്യത്തിൽ തുണി പൊക്കി കാണിച്ച ഇവരാണ്. അതായത് ഈ ആകെ നനഞ്ഞാൽ കുളിരില്ല എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. ആ ഒരു അവസ്ഥയാണ് ഈ വിറ്റകളുടെ ഒരവസ്ഥ എന്ന് പറയുന്നത്. ഇവരെങ്ങനെയാണ് ജീവിക്കുന്നത്? ഈ വേശ്യ സ്ത്രീകൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? അവരുടെ അഭിമാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് അവർ അന്നം തേടുന്നത്. അതായത് അഭിമാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അന്നം തേടുന്നത്. അപ്പൊ ഇവർക്ക് അഭിമാനത്തിൽ വലിയ വിലയൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? തുണി പൊക്കി കാണിക്കും. അപ്പൊ ഇവരുടെ ധാരണ അവൻ തകർന്ന്, അവനില്ലാതായി.
ഇവളിവിടെ വന്നിരുന്നും കൊണ്ട് ഇത്രയധികം തെറി ഷെരീഫിനെ വിളിച്ചപ്പോൾ ഇവളുടെ ധാരണ എന്ന് പറയുന്നത് ഷെരീഫിന് എന്തോ നഷ്ടപ്പെട്ടു. എന്ത് നഷ്ടപ്പെട്ടു? ഇത് വിലയിരുത്തുന്ന ഒരുപാട് ആളുകളുണ്ട്, നിനക്കൊക്കെ തരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് സ്വയം വിലയിരുത്താനുള്ള ഒരു അവസരം കൂടിയാണ് നിങ്ങൾ കൊടുക്കുന്നത്. നിങ്ങൾ വന്നിരുന്ന് അങ്ങ് പച്ചത്തെറി അങ്ങോട്ട് വിളിക്കുകയാണ്. പച്ചത്തെറി വിളിച്ചിട്ട് ഇനി നാളെ ഷെരീഫ് വരും, വീണ്ടും ഇതിനെക്കുറിച്ച് യുക്തിപരമായിട്ട് അവൻ പറയും. അതിന് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് മൈമോനെ തൈമോനെ പെയ്മോനെ എന്നും പറഞ്ഞുകൊണ്ട് ഇവര് വരും. ഇവരുടെ ധാരണ എന്ന് പറയുന്നത് എന്തോന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്തോ ഭയങ്കര, ഇവളെ എന്നെ ഇന്നലെ പറയുന്നുണ്ട്, പിന്നെ ഷാജി ഇങ്ങനെ നീ തെറി വിളിക്കല്ലേ, നിന്റെ വീഡിയോ എൻ്റെ മക്കൾ വരെ കാണുന്നതാണ്. ഇതെന്താ ഇന്നിട്ട വീഡിയോ മക്കൾ കാണുന്നതല്ലേടേ? അല്ലേ? മക്കൾ കാണുന്നില്ലേ? ഇത് മക്കൾ കാണുന്നത് പോട്ടെ, നിങ്ങളുടെ മക്കൾ കാണുന്നില്ലേ? നിങ്ങളെ മക്കൾ കാണുന്നില്ലേ? ഇവിടെ ഷാജിദ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, എൻ്റെ മോൻ നിന്നെ കാണാൻ വരാനിരിക്കുകയായിരുന്നടാ എന്ന്. ഇത് പറയുമ്പോൾ എനിക്ക് ഒരാളെ ചൂണ്ടിക്കാണിക്കേണ്ടതായിട്ട് വരും. അതായത് നമ്മുടെ ഷെഫീനത്ത. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, എറിയുന്ന അതേ കമ്പ് തിരിച്ചു വാങ്ങിച്ച് 4 ഒടിച്ച് അവൻ്റെ മോന്തയ്ക്ക് നോക്കി എറിയുന്ന ഒരാളാണ് ഷെഫീനത്ത. പക്ഷെ ഇന്നീ നിമിഷം വരെ അവരുടെ മക്കൾ ഒരു മീഡിയാസിന്റെ മുമ്പിലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഒരു മീഡിയാസിന്റെ മുമ്പിൽ നിങ്ങൾ എൻ്റെ ഉമ്മാനെ എന്തിനു പറയുന്നു? അവർക്ക് നല്ല കോൺഫിഡൻ്റ് ആണ്. ഉമ്മാനെ പറയുന്നവർക്ക് ഉമ്മ തിരിച്ചു കൊടുത്തോളും, നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. ആ മക്കളെ കുറിച്ചൊരു ദോഷം പറയാൻ വേണ്ടിയിട്ടില്ല. ആരെങ്കിലും വൈരാഗ്യം കൊണ്ട് അവിടെ ഇവിടെ ഇരുന്നും കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ട് എന്നല്ലാതെ ആ കുട്ടികളുടെ പേരിൽ ഒരു കേസോ വഴക്കോ ഒരു രീതിയിലുള്ള ഒരു ചീത്ത പേരും കേൾപ്പിക്കാത്ത 2 മക്കളാണ് ആ ആൺകുട്ടികളെന്ന് പറയുന്നത്. അപ്പൊ അവരാ കാര്യത്തിൽ ഞാൻ 100% മാർക്ക് കൊടുക്കും. എനിക്ക് അവരെ ഇഷ്ടവും അതാണ്. അവര് അത്രയും ക്വാളിറ്റിയോടുകൂടിയാണ് അവരവരുടെ മക്കളെ വളർത്തുന്നത്. ഈ കാര്യം പറയുമ്പോൾ എനിക്ക് അവരെ പറയേണ്ടതായിട്ട് വന്നതാണ്. അതായത് മറ്റുള്ളവരുടെ ഭിക്ഷക്കാശ് വാങ്ങിച്ച് സ്വന്തം മക്കളെ തീറ്റിപ്പോറ്റുമ്പോഴും ആ മക്കൾക്ക് ഇവർ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് എന്നറിയാമോ? ക്രിമിനൽ. ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കൊടുക്കുന്ന ഹദിയ കൊണ്ട് നിങ്ങൾ ഒരു ക്രിമിനലിനെ വളർത്തുകയാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ പടച്ച റബ്ബിൽ നിന്ന് കൂലി പ്രതീക്ഷിച്ചിട്ടാണ് എങ്കിൽ ഇവറ്റകളോട് പോയി പണിയെടുത്ത് തിന്നാൻ വേണ്ടിയിട്ട് പറയുക. നിങ്ങൾ എത്രത്തോളം ചെലവും കൊടുത്ത് നിങ്ങൾ ഇവരെ പോറ്റുന്നുണ്ടോ അത്രയും തന്നെ പൊതുസമൂഹത്തിന് ദുരന്തമായിട്ട് ഇവർ വരുമെന്നല്ലാതെ ഇവരൊരു നന്മയും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. പിന്നെ ഇവർ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട്, അതായത് വിശ്വാസികളായ ജനങ്ങളെ പൊടിയിടാൻ വേണ്ടിയിട്ട് ഉമ്മാനോട് പൊരുത്തം ചോദിക്കുന്നു, മക്കളോട് പൊരുത്തം ചോദിക്കുന്നു, ഷെരീഫിനോട് പൊരുത്തം ചോദിക്കുന്നു. ഈ ചോദിച്ച പൊരുത്തത്തിന് എന്തെങ്കിലും ഒരു അർത്ഥമോ വാല്യൂ ഉണ്ടോ? എനിക്ക് ഇവറ്റകളെ ഇഷ്ടമില്ലാത്തതും ഈ പൊരുത്തക്കച്ചവടത്തിൽ ഞാൻ വിശ്വസിക്കാത്തതും ഈ ഒരു കാര്യം കൊണ്ടാണ്. സത്യത്തിൽ ഇവറ്റകളെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്കറിയാൻ പാടില്ല. സ്വന്തമായി കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്വന്തം അഭിമാനത്തിനൊരു വാല്യൂ നൽകുന്ന ഒരാളാണെങ്കിൽ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ പറയില്ല. ഇവർക്ക് ഭയം എന്താണ് എന്നറിയാമോ? എതിർഭാഗത്ത് നിന്നുകൊണ്ട് ഞങ്ങളെ ഇവർ പറയുമ്പോൾ ഞങ്ങളുടെ കീശ നിറയുന്ന വഴി അടഞ്ഞു പോകുമോ എന്ന ഭയമാണ് ഇവരെ ക്രിമിനലുകളായിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. ഇവർ ക്രിമിനലുകളായിട്ട് ഇവരെത്രത്തോളം ആക്ട് ചെയ്താലും ഒരു ഘട്ടത്തിൽ ഇവരുടെ ക്രിമിനലിസം പുറത്തു വരിക തന്നെ ചെയ്യും. ഇവർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ എത്തിയ മക്കളെ പോറ്റുന്നില്ല. ഈ എത്തിയ മക്കളെ എത്തിയുമാവാനുണ്ടായ റീസൺ എന്താണ്? ഇവരുടെ എത്തിയ മക്കളെ എത്തിയുമാവാനുള്ള റീസൺ പോലും ഇവരാണ്. എന്നിട്ടാണ് വന്നിരുന്ന, അയ്യോ എൻ്റെ മക്കൾ എത്തിയുമാണ്, എത്തിയ മക്കൾക്ക് എന്തെങ്കിലും തരണം. ഈ കിട്ടുന്നത് കീശ നിറയുമ്പോഴത്തേക്ക് പിന്നെയും ചാടിക്കേറി നാട്ടുകാരെ തോളിൽ തന്നെ ചെന്ന് കയറും. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾ വീണ്ടും ഇവറ്റകൾക്ക് കൊടുക്കുക. എന്നിട്ട് മറ്റുള്ളവരുടെ ഒരു ദുരന്തമായിട്ട് ഇതുകളൊക്കെ വരണം. ഒരു ദുരന്തമായിട്ട് ഇതുകളൊക്കെ ഇങ്ങനെ എക്സ്പോസ് ആയിക്കൊണ്ടേയിരിക്കണം. ഈ നല്ല രീതിയിലുള്ള പ്രശസ്തിയും ഉണ്ട്, കുപ്രശസ്തിയും ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഈ പെണ്ണുങ്ങൾക്ക് എന്ന് പറയുന്നത്
എടാ നീയൊക്കെ അഭിമാനം വിറ്റാണ് ജീവിക്കുന്നത്. നിങ്ങൾ പറയുന്നില്ലേ നിങ്ങളുടെ കുടുംബകാര്യം പറഞ്ഞിട്ടും നിങ്ങളുടെ മക്കളുടെ കാര്യം പറഞ്ഞിട്ടും ഒക്കെയാണ് നിങ്ങൾ ജീവിക്കുന്നത്. എടാ ഒരു ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ കുപ്രസിദ്ധി. നിങ്ങളുടെ മക്കള് നാളെ വലുതായി വന്ന് നിങ്ങളുടെ മക്കൾ ഒരു ലോകത്തെ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ തല കുനിഞ്ഞാണോ നിവർന്നാണോ നിൽക്കുക എന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തുക. അപ്പൊ അങ്ങനെ അപകർഷതാബോധത്തോടു കൂടി നിങ്ങളുടെ മക്കൾ വളർന്നു വരികയാണ്. അവർ ക്രിമിനലുകളായി തന്നെ ആയിരിക്കും വളർന്നു വരിക. അവര് ലോകത്തിന് ഭീഷണിയാകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഭീഷണിയാകും. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്നും കാണിക്കില്ല. അത് വേറൊരു വിഷയം. അപ്പൊ ഈ ഒരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പം എന്നെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് മാത്രം ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. അതായത് നിങ്ങൾക്ക് ഇപ്പൊ ഷാജിദ ആയിരുന്നാലും ഇന്നലെ ഒരു കാര്യം പറയുന്നുണ്ട്, എനിക്ക് വളർന്നു വരുന്നത് 5 ആൺമക്കളാണടാ. ആൺമക്കളായതുകൊണ്ടാണ് നിങ്ങൾ ഭയക്കേണ്ടത്. കാരണം ഒരു നല്ല കുടുംബത്തിൽ നിന്നൊരു പെണ്ണ് അവർക്ക് കിട്ടില്ല. ഒരു നല്ല ജീവിത സാഹചര്യം അവർക്ക് കിട്ടില്ല. അവരെവിടെ പോയാലും പുറത്തു പോയി ആളുകളെ ഫേസ് ചെയ്യേണ്ടവരാണ് ആൺകുട്ടികൾ എന്ന് പറയുന്നത്. പെൺകുട്ടികളും അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്നാലും ഒരു പരിധി വരെ പെൺകുട്ടികൾക്ക് പുറം ലോകമായിട്ട് അല്ലെങ്കിൽ പുറത്തു പോയി ഇത്തരം കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ. പക്ഷെ ആൺകുട്ടികൾ പുറത്തു പോയി ഒരു കാര്യം ഫേസ് ചെയ്യുമ്പോൾ എടേ നിന്റെ അമ്മയല്ലേ നിന്റെ ഉമ്മയല്ലേ ഇങ്ങനെ നടന്നത്, നിന്റെ ഉമ്മാന്റെ വീഡിയോ അല്ലേടെ ലീക്കായത്, നിന്റെ ഉമ്മയല്ലേടെ ഇങ്ങനെ എന്ന് പറയുമ്പോൾ അവിടെ ആ കുട്ടികൾ അടിയുണ്ടാക്കും, അവന്റെ മോന്ത ഇടിച്ചു പൊളിക്കും. അപ്പൊ ഇതിന് കാരണക്കാരിയായത് ആരാണ്? നിങ്ങളുടെ ഹസ്ബൻഡ് സൂയിസൈഡ് ചെയ്തത് ഒരു കാരണം നിങ്ങൾ പറയുന്നുണ്ട്. ഇതുപോലെ നാളെ നിങ്ങളുടെ മക്കൾ ഒരു ക്രിമിനൽ ആവുമ്പോഴും നിങ്ങൾ ഇതുപോലെ കാരണം പറയൂ. പൊതുസമൂഹത്തിൽ സാമൂഹ്യ ജീവികളായി ജീവിക്കുന്ന മക്കൾക്ക് ഒരു സേഫ്റ്റി കൊടുക്കാനുള്ളത് ഫസ്റ്റ് ഉമ്മമാരാണ്. ആ ഉമ്മയിൽ തന്നെ പിഴച്ചു പോയാൽ, നിങ്ങളിപ്പോ പറയുന്നില്ലേ നിങ്ങളുടെ ഉമ്മ നിങ്ങളോട് ഇങ്ങനെയൊക്കെയാണ് കാണിച്ചത്. നമ്മൾ മക്കൾക്ക് കൊടുക്കേണ്ടത് ഭക്ഷണം മാത്രമല്ല, വസ്ത്രം മാത്രമല്ല, വിദ്യാഭ്യാസം മാത്രമല്ല, അവർക്ക് കൊടുക്കേണ്ട ഒരു ജീവിത സാഹചര്യമുണ്ട്. അവർക്ക് സമാധാനത്തോടു കൂടി കിടന്നിറങ്ങാനുള്ള ഒരു സൗകര്യം, അതുപോലെ അവരുടെ മനസ്സിന് ശാന്തത, ഇതൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പാരന്റ് എന്നുള്ള നിലയിൽ ഫെയില് തന്നെയാണ്. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക്. നിങ്ങൾക്കൊക്കെ കൊടുത്തിട്ടുള്ളതിൽ എന്ത് കുറവുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. സ്നേഹം കൊണ്ട് പറയുന്നതാണ്, നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. നിങ്ങൾ എൻ്റെ തോളിൽ കയറിയിട്ടോ എന്നെ ചീത്ത വിളിച്ചത് കൊണ്ടോ നിങ്ങൾക്കൊന്നും നേടാൻ പോകുന്നില്ല, എനിക്കൊന്നും നഷ്ടപ്പെടാനും പോകുന്നില്ല. എനിക്ക് ഒന്നും നഷ്ടപ്പെടാനും പോകുന്നില്ല. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് ഇത്രയും നല്ല ഒരു ജീവിത സാഹചര്യങ്ങൾ കിട്ടിയിട്ടും എന്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അത്രയേ ഉള്ളൂ.